ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഷ് ബുധൻ നോമ്പ് കാലത്തിന്റെ ആരംഭം കുറിക്കുന്നു. അനുതാപത്തിന്റെയും പാപപരിഹാരത്തിന്റെയും ദിനം മനുഷ്യമരണത്തെക്കുറിച്ചും ദൈവവുമായുള്ള അനുരഞ്ജനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അന്നേ ദിവസം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ക്രിസ്ത്യാനികൾ പ്രത്യേക പള്ളി ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു. അവിടെ അവർ നെറ്റിയിൽ ചാരം സ്വീകരിക്കുന്നു. ചാരം മാനസാന്തരത്തിന്റെ ദൃശ്യമായ അടയാളവും മരണത്തിൽ മണ്ണിലേക്ക് മടങ്ങുന്നതിന്റെ ഓർമ്മപ്പെടുത്തലുമാണ്. നിത്യജീവനു വേണ്ടി ദൈവത്തിലുള്ള താഴ്മയിലേക്കും വിശ്വാസത്തിലേക്കും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കൂടി ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ക്രിസ്ത്യാനികൾക്ക് ഈ ദിവസം. ആദ്യകാല ക്രിസ്ത്യൻ പള്ളിയിൽ നോമ്പുകാല ആഘോഷത്തിന്റെ ദൈർഘ്യം വ്യത്യാസപ്പെട്ടിരുന്നു. എന്നാൽ ഒടുവിൽ അത് ഈസ്റ്ററിന് 6 ആഴ്ച 42 ദിവസം മുമ്പ് ആരംഭിച്ചു. ഇത് 36 ദിവസത്തെ ഉപവാസം ഞായറാഴ്ച ഒഴികെ മാത്രമാണ് നൽകിയിരുന്നത്. പിന്നീട് 7-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിന്റെ മരുഭൂമിയിലെ ഉപവാസത്തെ അനുകരിച്ച് 40 ഉപവാസ ദിനങ്ങൾ സ്ഥാപിക്കുന്നതിനായി നോമ്പുകാലത്തിലെ ആദ്യ ഞായറാഴ്ചയ്ക്ക് മുമ്പ് 4 ദിവസം കൂടി ചേർക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ ജീവിതം, ശുശ്രൂഷ, ത്യാഗം, പുനരുദ്ധാനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാലഘട്ടത്തിന്റെ ആരംഭമാണ് ഈ ദിവസം. ഈ ഓർമ്മപ്പെടുത്തലുകൾക്ക് വേണ്ടി ഓരോ വർഷവും നീക്കിവച്ചിരിക്കുന്ന സമയമാണ് നോമ്പുകാലം. ഓശാന ഞായർ, ദുഃഖവെള്ളി, ഈസ്റ്ററിന്റെ സന്തോഷകരമായ ആഘോഷം എന്നിവ ഉൾപ്പെടുന്ന വിശുദ്ധ വാരത്തോടെയാണ് നോമ്പുകാലം അവസാനിക്കുന്നത്. ആഷ് ബുധനാഴ്ചയുടെ അർത്ഥത്തെയും പാരമ്പര്യത്തെയും കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. ആഷ് ബുധൻ അല്ലെങ്കിൽ ചാരബുധൻ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും മാനസാന്തരത്തിന്റെയും ഒരു ക്രിസ്ത്യൻ വിശുദ്ധ ദിനമാണ്. ഈസ്റ്റർ ഞായറാഴ്ച വരെ നീളുന്ന 40 ദിവസത്തെ ഞായറാഴ്ചകൾ ഒഴികെയുള്ള നോമ്പുകാലത്തിന്റെ തുടക്കത്തെ ഇത് അടയാളപ്പെടുത്തുന്നു. റോമൻ കത്തോലിക്ക മതം, ആംഗ്ലിക്കനിസം, ചില പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടെ പാശ്ചാത്യ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ ആഷ് ബുധൻ ആചരിക്കുന്നത് ഏറ്റവും സാധാരണമാണ്. വിശുദ്ധ കുർബാന എന്ന കൂദാശയിലേക്ക് പുനഃസ്ഥാപിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനായി പശ്ചാത്താപകരും കഠിനപാപികളും തങ്ങളുടെ പൊതുപ്രായശ്ചിത്തം നോമ്പിന്റെ ആദ്യ ദിനത്തിൽ ആരംഭിക്കുന്നത് റോമിലെ പതിവായിരുന്നു. അവർ ചാരം തളിച്ച് ചാക്കുവസ്ത്രം ധരിച്ച് ഈസ്റ്ററിന് മുമ്പുള്ള വ്യാഴാഴ്ച, അതായത് മാണ്ഡ്യ വ്യാഴാഴ്ച വരെ ക്രിസ്ത്യൻ സമൂഹവുമായി അനുരഞ്ജനം നടത്തുന്നതുവരെ ഇത് തുടരുകയും ചെയ്യുന്നു. ഈ സമ്പ്രദായങ്ങൾ ഉപയോഗശൂന്യമായപ്പോൾ 8ഉം 10ഉം നൂറ്റാണ്ടിൽ നോമ്പുകാലത്തിൽ അനുതാപകാലത്തിന്റെ ആരംഭം മുഴുവൻ സഭാംഗങ്ങളുടെയും നെറ്റിയിൽ ചാരം വരയ്ക്കുന്നതിലേക്ക് പ്രതീകപ്പെടുത്തപ്പെട്ടു. ഇന്ന് റോമൻ കത്തോലിക്ക സഭയിൽ ആഷ് ബുധൻ ദിനത്തിൽ ഓരോ ക്രിസ്തു വിശ്വാസികളും നെറ്റിയിൽ ഒരു കുരിശിന്റെ രൂപത്തിൽ ചാരം വരയ്ക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പാം സൺഡേ, അതായത് ഓശാന ഞായറാഴ്ച ദിവസം ഉപയോഗിച്ചിരുന്ന ഈന്തപ്പന ഓലകൾ കത്തിച്ചാണ് ഈ ചാരം ഉണ്ടാക്കുക. കേരളത്തിൽ ഓലകളാണ് ഉപയോഗിക്കുന്നത്. കുരുത്തോല എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നു. ചാരം സ്വീകരിക്കുന്നത് റോമൻ കത്തോലിക്ക സഭയുടെ 7 കൂദാശകളിൽ ഒന്നല്ല. അതിനാൽ അന്നേ ദിവസം ചാരം നെറ്റിയിൽ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും പ്രായമോ മതമോ സഭയിലെ വ്യക്തിപരമായ നിലയോ പരിഗണിക്കാതെ അത് ചെയ്യാം. ഈ ദിനം അങ്ങനെ അനുതാപത്തിന്റെ ആരംഭമായി വർത്തിക്കുന്നു. കൂടാതെ നിങ്ങൾ പൊടിയാണെന്ന് ഓർക്കുക, പൊടിയിലേക്ക് നിങ്ങൾ മടങ്ങും എന്ന സത്യവചനത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഈ ദിവസത്തെ വിശുദ്ധ കുർബാന പരമ്പരാഗതമായി ആരാധനക്രമ വർഷത്തിലെ വിശേഷപ്പെട്ടതാണ്. നോമ്പുകാലം ക്രിസ്ത്യൻ പള്ളിയിൽ ഈസ്റ്ററിനായി പശ്ചാത്താപത്തോടെയുള്ള തയ്യാറെടുപ്പിന്റെ കാലഘട്ടം. കൂടാതെ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിനു മുമ്പ് മരുഭൂമിയിൽ ഉപവസിച്ചതിന്റെ അനുകരണമായി ഉപവാസത്തിനും വിട്ടുനിൽക്കലിനും 40 ദിവസത്തെ കാലയളവ് നൽകുന്നു. ഞായറാഴ്ചകൾ ഒഴിവാക്കിയിരിക്കുന്നു. ദാനധർമ്മം, ദരിദ്രർക്ക് പണമോ ഭക്ഷണമോ നൽകൽ, മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. കിഴക്കൻ പള്ളികളിൽ ഈസ്റ്ററിന് മുമ്പുള്ള 7-ാം ആഴ്ചയിലെ തിങ്കളാഴ്ച നോമ്പുകാലം ആരംഭിക്കുകയും ഈസ്റ്ററിന് 9 ദിവസം മുമ്പുള്ള വെള്ളിയാഴ്ച അവസാനിക്കുകയും ചെയ്യുന്നു. ഈ 40 ദിവസത്തെ വലിയ നോമ്പിൽ ശനി ഞായർ ദിവസങ്ങൾ വിശ്രമിക്കുന്ന നോമ്പ് ദിവസങ്ങളായി ഉൾപ്പെടുന്നു. അപ്പോസ്തോലിക കാലം മുതൽ ഈസ്റ്റർ പെരുന്നാളിന് മുമ്പ് ഒരുക്കത്തിന്റെയും ഉപവാസത്തിന്റെയും ഒരു കാലഘട്ടം നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ CE 325 ആദ്യ നിക്ക കൗൺസിൽ വരെ ഈ ആചാരം ഔപചാരികമായിരുന്നില്ല. സ്നാനത്തിനായി സ്ഥാനാർത്ഥികളെ തയ്യാറാക്കുന്ന സമയവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തവർ അവരുടെ പുനരുദ്ധാരണത്തിന് തയ്യാറെടുക്കുകയും ചെയ്ത കൊടിയ പാപികൾക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്തത്തിന്റെ സമയമായിരുന്നു അത്. അവരുടെ പശ്ചാത്താപത്തിന്റെ അടയാളമായി അവർ ചാക്കുതുണി ധരിച്ച് ചാരം നെറ്റിയിൽ തളിച്ച് ഇതിൽ പങ്കെടുക്കുമായിരുന്നു. പിന്നീട് ഭക്തരുടെ തലനെറ്റിയിൽ കുരിശിന്റെ ആകൃതിയിൽ ചാരം അടയാളപ്പെടുത്തുകയും എല്ലാ വിശ്വാസികളും അനുതാപത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും സ്വന്തം മരണത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നതും ഈ ദിവസത്തിലെ പതിവായിരുന്നു. നോമ്പിന്റെ ആദ്യ ദിവസം അതിനാൽ ആഷ് ബുധൻ എന്ന പേര് നൽകപ്പെട്ടു. ആദ്യ നൂറ്റാണ്ടുകളിൽ നോമ്പ് നിയമങ്ങൾ ഇപ്പോഴും പൗരസ്ത്യ പള്ളികളിൽ ഉള്ളതുപോലെ കർശനമായിരുന്നു. വൈകുന്നേരം ഒരു ദിവസം ഒരു ഭക്ഷണം അനുവദിച്ച് മാംസം, മത്സ്യം, മുട്ട, വെണ്ണ എന്നിവ നിരോധിച്ചിരുന്നു. വൈൻ, എണ്ണ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം പൗരസ്ത്യ സഭ നിയന്ത്രിക്കുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഈ ഉപവാസ നിയമങ്ങൾ ക്രമേണ ഇളവ് വരുത്തിയിട്ടുണ്ടായിരുന്നു. 2ാം ലോക മഹായുദ്ധ സമയത്ത് റോമൻ കത്തോലിക്കക്കാർക്കിടയിൽ നോമ്പിന്റെ കർശനമായ നിയമം ഒഴിവാക്കിയിരുന്നു.
ആഷ്ബുധൻ, ദുഃഖവെള്ളി എന്നിവ മാത്രമാണ് അന്ന് നോമ്പ് ദിവസമായി ആചരിച്ചിരുന്നത്. എന്നിരുന്നാലും പശ്ചാത്താപ സമ്പ്രദായത്തിലും ദാനധർമ്മത്തിലും ഊന്നൽ അവശേഷിക്കുന്നു. കൂടാതെ നിരവധി കത്തോലിക്കരും നോമ്പുകാലത്ത് വെള്ളിയാഴ്ചകളിൽ മാംസരഹിത ഉപവാസം ആചരിച്ചിരുന്നു. കൂടാതെ കത്തോലിക്കരും മറ്റ് ക്രിസ്ത്യാനികളും പലപ്പോഴും ലാളിത്യവും ആത്മനിയന്ത്രണവും വളർത്തുന്നതിനുള്ള ഒരു മാർഗമായി നോമ്പുകാലത്തെ മധുരപലഹാരങ്ങൾ, മദ്യം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലുള്ള പ്രത്യേക ആനന്ദങ്ങൾ ഉപേക്ഷിക്കാൻ തിരഞ്ഞെടുക്കുന്നു. പ്രാർത്ഥിക്കുന്നതിനും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി പലരും ഈ വസ്തുക്കളോടുള്ള തങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ കാലഘട്ടത്തിൽ നിയന്ത്രിക്കാറുണ്ട്. ക്രിസ്തുവിശ്വാസികൾ ഭൂരിഭാഗവും ഈ ആചാരങ്ങൾ പിന്തുടരാറുണ്ട്. എന്നിരുന്നാലും മറ്റു കുറച്ച് വിഭാഗങ്ങൾ പള്ളികളിലും നോമ്പ് ഔപചാരികമായി ആചരിക്കുന്നില്ല. നോമ്പുകാലത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ നോമ്പുകാലം എങ്ങനെയാണ്? അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും. ഈ വീഡിയോ ഇവിടെ കഴിയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.